ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈവിൽ ഇപ്പോൾ അർജുൻ്റെ ഫാമിലിയാണ് എത്തിയിരിക്കുന്നത്. അർജുൻ്റെ ഫാമിലിയെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും സ്വീകരിച്ചിരുത്തിയിരിക്കുന്നു. ഇനി ശ്രീധുവിൻ്റെ ഫാമിലിയാണ് വരാൻ പോകുന്നത്. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ശ്രീധുവിൻ്റെ ഫാമിലി എത്തിയേക്കാം. വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ബിഗ് ബോസിൽ വോട്ട് ചെയ്യുന്ന ഏവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണിത്. ഒരുപക്ഷെ സീസൺ 1 ഉണ്ടായതുപോലെ ചില അപ്രതീക്ഷിതമായ അട്ടിമറി സംഭവങ്ങൾ ഈ സീസണിൽ നടന്നേക്കാം. ഇവിടെ അപ്സരയുടെ അടക്കമുള്ള ഫാമിലി വന്നപ്പോൾ അവർ ചെറിയ ഹിന്റ് നൽകിയിരിക്കുന്നു. അതായത് താൻ ജിൻഡോയുടെ ഫാനാണ് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും ഹൗസിനുള്ളിലുള്ളവർക്ക് ജിൻഡോയ്ക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം പുറത്തുണ്ട് എന്നുള്ള ഒരു വ്യക്തത കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ തവണ അഖിൽമാരാറെ കുറിച്ച് പറഞ്ഞ പോലെ ഈ വരാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി മെമ്പേഴ്സും ജിൻഡോയുടെ ആരാധകരാണെന്ന് മെജോറിറ്റി ആൾക്കാരും പറയുകയാണെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻറ്റിനും മനസ്സിലാക്കാൻ സാധിക്കും ജിൻഡോയ്ക്കാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം പുറത്ത് ഉള്ളതെന്ന്. അവിടെയാണ് വലിയൊരു അട്ടിമറി സാധ്യത ഞാൻ കാണുന്നത്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും അവസാനമായിരുന്നു ഇതുപോലൊരു ടാസ്ക് വെച്ചത്. എന്നാൽ ഈ സീസണിൽ വളരെ ഏർലിയാണ്. ഈ നോമിനേഷനിൽ ജിൻഡോയുമായി ഏറ്റവും വലിയ മത്സരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിനാണ്. മറ്റുള്ളവരൊക്കെ അതിൻ്റെ 7 എഴുത്ത് പോലും എത്തുന്നില്ല. ജാസ്മിൻ ചില അൺഒഫീഷ്യൽ പോളുകളിൽ ജിൻഡോയെ മറികടന്നു എന്ന തരത്തിലുള്ള പ്രചരണം കൂടെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് നിലവിൽ ജിൻഡോ ജാസ്മിനെ മുന്നിട്ട് നിൽക്കുന്നത്. ആ ഒരു ചെറിയ മാർജിൻ മറികടക്കാൻ ജാസ്മിന് സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയിയാവാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ജിൻഡോയുടെ ഈ ഒരു മുന്നേറ്റം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാസ്മിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജിൻഡോയെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ ജിൻഡോയെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള അതീവ ശ്രമത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തേക്കാം. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാർ ഏറെ മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ടാണ് അഖിൽമാരാർ വിജയിയായത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിലായിരുന്നു ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞത്. എന്നാൽ ഈ സീസണിൽ നിരവധി കണ്ടസ്റ്റൻറ്റുകൾ ഇപ്പോഴും ഹൗസിനുള്ളിലാണുള്ളത്. ആ ഹൗസിനുള്ളിലുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിനും അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളവരാണ്. ഇവരിൽ ഓരോരുത്തരായി ഔട്ടായി പോകും. ഈ പോകുന്ന വ്യക്തികളുടെ ഫാൻസ് എങ്ങോട്ടേക്ക് തിരിയുന്നു, അവരെ എങ്ങോട്ടേക്ക് തിരിക്കാൻ സാധിക്കുന്നു എന്ന തരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട്. ഒരുപക്ഷെ അത്തരമൊരു കുടില തന്ത്രം ജാസ്മിൻ പ്രയോഗിച്ചേക്കാം. ഈ പോകുന്ന കണ്ടസ്റ്റൻറ്റുകളുമായി വലിയ ഒരു അടുപ്പം ഇനി അങ്ങോട്ട് വെച്ച് പുലർത്തിയിട്ട് അവരുടെ റസ്മിൻ ഉൾപ്പെടെയുള്ള റസ്മിൻ ഈ ആഴ്ച പോകും, കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റസ്മിൻ കൂട്ടുകാരിയാണ്. റസ്മിൻ അല്ലാതെ മറ്റ് കണ്ടസ്റ്റൻറ്റുകളെയും തന്നോടൊപ്പം നിർത്തി അവരുടെ ആർമിക്കാരെയും ഫാൻസുകാരെയും കൂടെ ഒപ്പം കൂട്ടുകയാണെങ്കിൽ തീർച്ചയായും വളരെ അനായാസം മുന്നേറാനുള്ള ഇവിടെ ജിൻഡോയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി അമ്മമാരടക്കം ജിൻഡോയെ ഗ്രാജ്വലി ഇഷ്ടപ്പെട്ടു വന്നൊരു വ്യക്തിയാണ് ജിൻഡോയുടെ ഫാൻ ബേസ് ഉയർത്തുക. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ സഹ കണ്ടസ്റ്റൻറ്റുകൾ ഫിസിക്കൽ അസൾട്ടോ മറ്റെന്തെങ്കിലും ആരോപിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുക. അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഒപ്പം തന്നെ ഇനി പുറത്താകാൻ പോകുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ജിൻഡോയുടെ സമീപനം, ഒരുപക്ഷെ ജിൻഡോയുമായി അവർ വലിയ രീതിയിൽ വഴക്കിട്ട് പോവുകയാണെങ്കിൽ അവർ ജിൻഡോയ്ക്കെതിരെ തിരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ജിൻഡോയ്ക്ക് ഗണ്യമായ വോട്ട് കുറവാൻ ചാൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ബുദ്ധിപരമായി ജിൻഡോ നീങ്ങുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്ക് തന്നെയാണ് വിജയിയാവാൻ സാധിക്കുക. ജാസ്മിൻ ഒഴികെ വേറെ ഒരു വ്യക്തിയും ജിൻഡോയ്ക്ക് വെല്ലുവിളിയായി ഇവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സായി കൃഷ്ണയൊക്കെ ഒരുപക്ഷെ 4 5 സ്ഥാനങ്ങളിൽ തൃപ്തിപ്പെട്ടേക്കാം. അർജുൻ ഒരുപക്ഷെ 4ാം സ്ഥാനത്ത് വന്നേക്കാം. വേറെ ആരും അവിടെ ഇല്ല. അഭിഷേക് ശ്രീകുമാറൊന്നും നമ്മൾ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് വരുന്നില്ല. അപ്സരയ്ക്ക് വോട്ട് വളരെ കുറവാണ്. പഴയതിലും വളരെ കുറവിലോട്ടാണ് അപ്സര പോകുന്നത്. നിലവിൽ അപ്സര 7ാം സ്ഥാനത്താണ് സ്റ്റാൻഡ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും അധികം ഞെട്ടിക്കുന്ന വസ്തുത. ഋഷിക്ക് വോട്ട് വളരെ കുറവാണ്. ഇപ്പോൾ സിജോ നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിജോയുടെ ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്നാലും സിജോ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ 2 3 സ്ഥാനങ്ങളിലാണ് വരാറുള്ളത്. ഇവിടെ വീട്ടിലേക്ക് മടങ്ങിയ ഗബ്രി, ചെറുതെങ്കിലും ഗബ്രിയുടെ ഒരു ആർമി അവിടെ ഗ്രൂപ്പുകളിൽ സജീവമായി ജാസ്മിന് മാക്സിമം വോട്ട് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോകുന്ന റസ്മിൻ ബായിയുടെ ആർമി ചെറുതാണ്, എന്നാൽ പോലും അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ജാസ്മിനെ ജയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയേക്കാം.
സോ അത്തരം കാര്യങ്ങളെ അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം ജിൻഡോയ്ക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാത്ത പക്ഷം തീർച്ചയായും ഈ സീസണിലെ വിജയി ജാസ്മിൻ തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, ഈ ജാസ്മിൻ അൻസിബയുടെ അമ്മ വന്നപ്പോൾ കാണിച്ച ആ ഒരു വികാരപരമായ ആ ഒരു പെരുമാറ്റം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അത്രയും അധികം വികാരപരിധിയായത് രണ്ടുപേരും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ധാരാളം ഉമ്മയാണ് കൊടുത്തത്. എനിവേ, ജാസ്മിൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജാസ്മിൻ്റെ ഫാമിലിയെ കാണാൻ ഏറ്റവും അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. ഏറ്റവും ഒടുവിലാണ് വരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജാസ്മിൻ്റെയും റസ്മിൻ്റെയും ഫാമിലി ഒരുപക്ഷെ ഒരുമിച്ചായിരിക്കാം വരുന്നത്. അതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ജാസ്മിൻ്റെ വാപ്പ, ഒരുപക്ഷെ ജാസ്മിൻ ഏറെ കാത്തിരിക്കുന്നത് വാപ്പ ബിഗ് ബോസ് ഹൗസിൽ വരാനായിരിക്കാം. എന്നാൽ ജാസ്മിൻ്റെ വാപ്പ ഒരുപക്ഷെ വന്നേക്കില്ല എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ജാസ്മിൻ്റെ അനിയനും ഉമ്മയുമാണ് ഹൗസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ, ജാസ്മിൻ്റെ ആരാധകരെ ഏറെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു വാർത്ത തന്നെ ആയിരിക്കാം ഇത്. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഏറ്റവും അധികം കാണാൻ ഇഷ്ടപ്പെടുന്ന ഫാമിലി ആരാണെന്നുള്ള കാര്യവും കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.